ഗായ്സ്, നമസ്കാരം. നമ്മുടെ സ്വന്തം ലാലേട്ടൻ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന 2026 ഒരു സിനിമയാണ് ദൃശ്യം 3 എന്നുള്ളത്. 2026 തുടങ്ങി വെക്കുന്നത് നമ്മുടെ ലാലേട്ടൻ തുടങ്ങി വെക്കുന്നത് ദൃശ്യം 3യിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറേ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കേൾക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇന്നലെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം തന്നെ ഒരു പോസ്റ്ററും. അതൊരു AI ക്രിയേറ്റഡ് വീഡിയോ ആണ് ആൻഡ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ പോസ്റ്ററും കൂടി വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു കൊണ്ടിട്ടുള്ള ചെറിയൊരു അനൗൺസ്മെന്റ് ആയിരുന്നു. അതായത് April 2 ഇവിടെ ജോർജ് കുട്ടിയും സംഘവും നമ്മളെ കാണാൻ തിയേറ്ററിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വിവരം തന്നെയാണ് അവർ പുറത്ത് വിട്ടിട്ടുള്ളത്. അതൊരു ഭയങ്കര എക്സൈറ്റഡ് ന്യൂസ് ആണ്. അപ്പൊ അതിന്റെ ചെറിയൊരു വീഡിയോ അതിന്റെ ആ പോസ്റ്റർ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു വന്ന് സംസാരിക്കാം. കണ്ടുവരാം. TV നമ്മൾ മറ്റേ TV കൈക്കോട്ട് മഞ്ഞ മാരുതി സെൻ. ഓക്കെ, ലോറിയിലുള്ള ഫോൺ, ബാഗ്, CCTV. യെസ്, മോഹൻലാലൻ. അയ്യോ, ഓ മോനെ, ദൃശ്യം 3 എൻ്റെ മോൻ. 2 April ഇതാണ് സംഭവം. നൈസായിട്ട് ഒരു സംഭവം ഇറക്കി വിട്ടിട്ടുണ്ട്. അതായത് April 2 2026 April 2 കൺഫർമേഷൻ ആണ് ദൃശ്യം 3 ഇറങ്ങുന്നുള്ളത്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ്, ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് April 2 2026 April 2 ജോർജ് കുട്ടി, അതായത് ദൃശ്യം 3 ലാലേട്ടൻ ദൃശ്യം 3യുമായി നമ്മളെ കാണാൻ എത്തും എന്നുള്ളത് 100% കൺഫേം ആയിട്ട് ആശീർവാദ് സിനിമാസ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു കൺഫർമേഷനാണ്. നമ്മൾ ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഒരുപാട് ചർച്ചകൾ, ഒരുപാട് വിവാദങ്ങൾ തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞത്. നമുക്ക് കുറെ കൺഫ്യൂഷൻ തന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, ഹിന്ദി നേരത്തെ വരുമോ, അജയ് ദേവ്ഗണപ്പേക്ക് തുടങ്ങിക്കഴിഞ്ഞ് ഇത് പെട്ടെന്ന് ഇറക്കണം, ഇതിന് മുമ്പേ ഇറങ്ങുന്നു, അങ്ങനെ ഭയങ്കര ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ദൃശ്യം 3 ഇറങ്ങുന്നതിന് മുമ്പ് ഹിന്ദി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര ഒരു കോൺട്രവേഴ്സി ആയിരുന്നു. അതൊരു നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമായിരുന്നു. നമ്മളെല്ലാം ഒരു ഇസ്സത്തിന്റെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഒരു എന്താണ് പറയാ, ഒരു ബഹുമാനത്തിന്റെ ഒരു മലയാളത്തിന്റെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടി April 2 വരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് കേരള സമയത്തുള്ള ഇലക്ഷൻ ടൈമൊക്കെ ആണ്, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും ദൃശ്യം നമുക്ക് എന്തായാലും കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നു. ഈ വീഡിയോ തന്നെ പണ്ട് കുറേ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു. ഫസ്റ്റ് ആ TV, ലാലേട്ടൻ്റെ കേബിൾ റൂമിൽ ആ TV കാണിക്കുന്നത്. ആൻഡ് പിന്നെന്താണ് കാണിക്കുന്നത്, മൺവെട്ടി, കൈക്കോട്ട്, നമ്മൾ കൈക്കോട്ട് എന്ന് പറയും, മൺവെട്ടി കുഴിച്ചിടാൻ ഉപയോഗിച്ച് മൺവെട്ടി കാണിക്കുന്നുണ്ട്. ആൻഡ് ആ മഞ്ഞ ബാഗ് കാണിക്കുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ ഫോൺ എറിയുന്നുണ്ടല്ലോ ലോറിയിലേക്ക്, നമ്മളെ ചെക്കൻ്റെ ഫോണാണ്, ലാലേട്ടൻ്റെ ഫോണാണല്ലേ, ആ ഫോണ് ലോറിയിലേക്ക് എറിയുന്ന ആ ഫോൺ കാണിക്കുന്നുണ്ട്. CCTV, പിന്നെ എന്തൊക്കെയാണ് ആ ദൃശ്യത്തിൻ്റെ ബുക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു അവസാനം ആ പോസ്റ്ററിലേക്ക് എത്തുന്ന സംഭവമാണ്. ആ പോസ്റ്ററിലേക്ക് തന്നെ വരുമ്പോൾ എഴുതിയിട്ടുണ്ട്, ദ പാസ്റ്റ് നെവർ സ്റ്റേസ് സൈലന്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ചരിത്രം ഒരിക്കലും സൈലന്റ് ആയിട്ട് നിൽക്കില്ല, സത്യം ഒരിക്കൽ പുറത്തു വരും എന്നുള്ളതാണോ ഇത് ഉദ്ദേശിച്ചത് എന്നുള്ളൊരു എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ബിക്കോസ് ദ പാസ്റ്റ് നെവർ സ്റ്റേ സൈലന്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല, എപ്പോഴും കുഴിച്ചു മൂടാൻ പറ്റില്ല, അത് പുറത്തു വരും എന്നുള്ളതല്ലേ ഇതിൽ കൂടി ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ജോർജ് കുട്ടി കുടുങ്ങും എന്നാണോ ഇതിൽ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ഒന്നും അറിയില്ല. ആൻഡ് ആശീർവാദ് സിനിമാസ്, ആന്റണി പെരുമ്പാവൂർ, ദൃശ്യം 3 ജീത്തു ജോസഫ് ഫിലിം എന്ന് എഴുതിയിട്ടാണ് നമ്മുടെ ലാലേട്ടൻ്റെയും ജോർജ് കുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ടുള്ളത്. ആ ജോർജ് കുട്ടിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്ന സമയത്ത് ലൈക്ക് ജോർജ് കുട്ടി എപ്പോഴും ചെറുപ്പമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 2013 ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് നമുക്കറിയാം ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് 2021 ദൃശ്യം 2 OTTയിൽ ഇറങ്ങിയ സമയത്ത് ഫുൾ ട്രിം ഡൗൺ ആയി, ഭയങ്കര സെറ്റായിട്ട് ജോർജ് കുട്ടി ഫുൾ വയസ്സൊക്കെ കുറഞ്ഞ്, ബോഡിയൊക്കെ ഫുൾ ഇതാക്കി സ്റ്റൈലിഷ് ആയിരുന്നു. ആൻഡ് ഇപ്പോഴും നോക്കുമ്പോഴും ജോർജ് കുട്ടി സ്റ്റൈലിഷ് മാൻ. ജോർജ് കുട്ടി പണ്ടത്തെ ജോർജ് കുട്ടിയല്ല. ഏതായാലും ആ ഒരു പ്രായത്തിലുള്ള ജോർജ് കുട്ടി കുറച്ച് ഷുഗറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒന്ന് ബോഡിയെല്ലാം ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയതാണ് അങ്ങനെ. അപ്പോൾ ഏതായാലും ലാലേട്ടൻ ലുക്ക് കിടിലൻ ലുക്കാണ്. ആൻഡ് അത് ആ കണ്ണുകളില്ലേ ആ കളി കണ്ടത് നിങ്ങൾ, ആ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് തന്നെ ലാലേട്ടൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, അല്ലാതെ ജോർജ് കുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെയോ പോകുന്നുണ്ട്. ലൈക്ക് ആ കണ്ണിലെ തീവ്രത, സംതിങ് ഡൗട്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്ന പോലെ, ഒരു ക്രൂക്കഡ് നല്ലൊരു കണ്ണിങ് മൈൻഡ്, കണ്ണിങ് ഐസ് എന്നൊക്കെ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. സംതിങ് ആ മനസ്സിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ മൂപ്പര് പ്ലാൻ ചെയ്യുന്നത് പോലെ ആ ഒരു ലുക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളവരും ഏകദേശം തന്നെ കുറച്ച് ധൈര്യമൊക്കെ ഉണ്ട്, മുഖത്തൊക്കെ ഒരു ഇതല്ല, വിഷമം അല്ലെങ്കിൽ ഭയം അങ്ങനെയൊന്നും മുഖത്ത് കാണുന്നില്ല. പ്രത്യേകിച്ച് മറ്റേ ചെറിയ കുട്ടിയില്ലേ, ഇപ്പം പേരെന്തായിരുന്നു
ആ കുട്ടികൾ ഭയങ്കര ഒരു ബോൾഡായിട്ട് നിൽക്കുന്ന പോലൊക്കെ ഉണ്ട്. അൻസിബി അതേപോലെ തന്നെ. ഏതായാലും മീനയും ചെറുപ്പായിട്ട് വന്നുകൊണ്ടിരിക്കും. ആൻഡ് മീനയും അതേപോലെ തന്നെ ചെറുപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ജോർജ് കുട്ടിയെ പോലെ തന്നെ. സോ ഏതായാലും നമുക്ക് കൺഫർമേഷൻ കിട്ടി ഏപ്രിൽ 2 വരുന്നു എന്നുള്ളത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് എവിടെ വെച്ച് എണ്ണി തുടങ്ങും, റെക്കോർഡുകൾ എത്ര പൊട്ടും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ കളക്ഷൻ എങ്ങനെ ആയിരിക്കും. സോ ദൃശ്യം എന്നൊരു ബ്രാൻഡാണ്, നമുക്കറിയാം. അതിന്റെ ഫസ്റ്റും സെക്കൻഡും ഉണ്ടാക്കിയൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ സൈലന്റ് ആയിട്ട് വന്ന്, അപ്പോഴും ഫസ്റ്റ് ഇറങ്ങുമ്പോഴും സെക്കൻഡ് ഇറങ്ങുമ്പോഴും നമ്മളെ ജിത്തു ജോസഫ് പറഞ്ഞത് സാധാരണ ഒരു ഫാമിലി പടമാണ്, ഇതിന്റെ വലിയ സംഭവങ്ങൾ മാർക്കറ്റിംഗ് കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല, സാധാരണ ഒരു കുടുംബ ചിത്രം ലാലേട്ടന്റെ. പക്ഷെ പോയിട്ട് കണ്ടപ്പോഴേ എൻ്റെ അമ്മ ട്വിസ്റ്റ് മേൽ ട്വിസ്റ്റ്, എന്താണ് സീറ്റഡ് അത് ത്രില്ലർ, ഒരു പക്ക ഒരു അതായത് മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ത്രില്ലർ മോഡലുള്ള ഒരു പടം. അപ്പോഴുണ്ടാക്കിയ ഓളം ആദ്യത്തെ 50 കോടി ദൃശ്യം നമുക്ക് നേടിത്തന്നു. അത് കഴിഞ്ഞിട്ട് 2021 അത്രയും വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് വന്നു, വീണ്ടും അത് OTT ആയിരുന്നു എന്നുള്ളൊരു ഒറ്റൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ബോളിവുഡിലെ ബോക്സ് ഓഫീസ് തകരുന്ന കാഴ്ച, എന്താണ് റെക്കോർഡുകൾ തകരുന്ന കാഴ്ച 2021 നമുക്ക് കാണാമായിരുന്നുള്ളൂ, 100% ഉറപ്പാണ്. പക്ഷേ കൊറോണയൊക്കെ കാരണം നമ്മളത് OTT പക്ഷെ അത് വൻ തുകക്കാണ് പ്രൈം അന്ന് മേടിച്ചത്. അതിന്റെ എത്രയാണെന്ന് നമുക്ക് അറിയില്ല, പക്ഷെ വൻ തുകക്കാണ് തന്നെയാണ് മേടിച്ചത്. ആൻഡ് അതിൽ നമ്മൾ കണ്ടു, അത് ദൃശ്യ 1നെക്കാളും മുകളിൽ പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്രയും ട്വിസ്റ്റുകളും ടേണുകളും നമ്മളിങ്ങനെ സ്തംഭിച്ച പോലെ ഒരു ഗൂസ് ബംസ് തരുന്ന ആ ഒരു ഫീലും, എക്സ്പെഷ്യലി ദ ക്ലൈമാക്സ്, ആരും എക്സ്പെക്ട് ചെയ്യാത്ത ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, എൻ്റെ അമ്മ, അതുകൊണ്ട് ഭയങ്കരമായിട്ടൊരു സംഭവം. ആൻഡ് ഇപ്പം ദൃശ്യം 3 എത്തിക്കുന്ന സമയത്ത് അത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോഴും നമ്മുടെ ജിത്തു ജോസഫ് പറയുന്നത് ആരും ഇത് കൂടുതൽ പ്രതീക്ഷ വെച്ച് പോരുത്, ഇതൊരു സാധാരണ പടമാണ്, നിങ്ങൾ ദൃശ്യം 1 ആയിട്ട് 2 ആയിട്ട് കമ്പയർ ചെയ്യരുത്. അതായത് പണ്ട് പറഞ്ഞ കഥ തന്നെ വീണ്ടും ജിത്തു ജോസഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഹൈപ്പ് എന്നുള്ളത്, ദാറ്റ് ഹൈപ്പ് അത് താഴോട്ട് പോകാൻ ഒരിക്കലും വഴിയില്ല. ബിക്കോസ് ഒന്നാമത്തത് ലാലേട്ടൻ പടം, രണ്ടാമത്തത് ദൃശ്യം സീരീസിലുള്ള ഒരു പടം. സോ ഒബ്വിയസ്ലി നമുക്ക് 100 കോടിയിൽ നിന്ന് എണ്ണി തുടങ്ങാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തിയേറ്റർ കളക്ഷൻ ആയിട്ട് വരുന്ന സമയത്ത്. ഇപ്പോൾ അതിൻ്റെ കളക്ഷൻ്റെ അതിൻ്റെ കോപ്പി റൈറ്റ്സ് വിറ്റ് പോയതൊക്കെ 350 കോടിക്കാണ് എന്നുള്ളത് നമ്മളത് ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ കിട്ടിയില്ലെങ്കിലും അത് തന്നെയാണ് ആൾക്കാർ പറയുന്നത്. അത് അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. ബിക്കോസ് അതിൻ്റെ എണ്ണമൊന്നും ഞാൻ പറഞ്ഞില്ല, 300 ആണോ 200 ആണോ 350 ആണോ എന്നും ഞാൻ പറഞ്ഞില്ല. എന്തായാലും അതിൻ്റെ റൈറ്റ്സ്, ദൃശ്യം 3യുടെ റൈറ്റ്സ് വാങ്ങിയിട്ടുള്ള PHP, നമ്മുടെ പനോരമ സ്റ്റുഡിയോ ആണ്. അത് ബോളിവുഡിലെ വമ്പൻ സ്റ്റുഡിയോ ആണ്. അവരിങ്ങോട്ട് വന്നിട്ട് ഒരു സിനിമയുടെ റൈറ്റ്സ് മൊത്തം അവർ വാങ്ങുന്ന സമയത്ത് നമ്മൾ വെറുതെ ചെറിയ പൈസ നമ്മൾ കൊടുക്കും. അത് ചിന്തിക്കാനാവുന്നതേ ഉള്ളൂ. ഇത്രയും വലിയൊരു ബ്രാൻഡ്, ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സിനിമ, ദാറ്റ് സീക്വൽസ്, ദ സീരീസ് എല്ലാം കൊണ്ടും പാൻ ഇന്ത്യ ലെവൽ, ഈവൻ അന്യഭാഷ വേൾഡ് ലാംഗ്വേജിൽ പോലും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്, ചൈനീസ് ഭാഷയിലടക്കം. അപ്പൊ അങ്ങനെയുള്ളൊരു സിനിമയുടെ മൊത്തം റൈറ്റ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര കോടി കാര്യം കൊടുത്തിട്ടുള്ളത്. അത് അവിടെ നിൽക്കട്ടെ, അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ അവർ തന്നെ പറയും. ഏതായാലും അത് ആന്റണി പെരുമ്പാവൂർ കാര്യങ്ങളൊക്കെ കളിച്ച നല്ലൊരു ബിസിനസ് തന്ത്രം, അതൊരു ബിസിനസ്. ഇതുവരെ ജിത്തു ജോസഫിന് അത് മൈൻഡ് തോന്നില്ല. ഇവൻ ദൃശ്യം 1 ഇറങ്ങിയപ്പോഴും 2 ഇറങ്ങിയപ്പോഴും അത്രയും രീതിയിലേക്ക് ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഇപ്പോൾ ബോളിവുഡിൽ നിന്ന് അജയ് ദേവ്ഗൺ അടക്കമുള്ളവർ, അവരെ പ്രൊഡക്ഷൻ ടീം അടക്കമുള്ളവർ ഇതിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമം നടത്തിയത്. അപ്പോഴാണ് നമ്മൾ അതിൽ തടവച്ചത്. നമ്മളെ റിലീസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 8 ആഴ്ച, 2 മാസം, 1 മാസം കഴിഞ്ഞിട്ട് മാത്രമേ അത് ഇറക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ക്ലോസ് വെച്ചിട്ട് അതിന്റെ റൈറ്റ്സ് നമ്മൾ മേടിച്ചെടുത്തു. അല്ലെങ്കിൽ ഒബ്വിയസ്ലി അവരതിന്റെ മൊത്തം ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ മൊത്തം ആ ഒരു ഇമ്പാക്ട് അവർ കൊണ്ടുപോട്ട് ചെയ്യുന്നുള്ളതാണ്. ഇവിടെ ഷൂട്ടിംഗ് തുടങ്ങുന്നു അല്ലെങ്കിൽ റിലീസ് ആവുന്നതിന് മുമ്പ് ഹിന്ദിയിൽ റിലീസ് ആവുമെന്ന് ആലോചിച്ച് നോക്കൂ. അത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ബോക്സ് ഓഫീസിൽ അതൊരിക്കലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഒറിജിനൽ കണ്ടന്റ് ഈസ് മലയാളം അല്ലേ. അപ്പം മറ്റുള്ളവർ അത് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് അതാണ് ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായത്. ഭയങ്കര കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പം ടോട്ടലി സീറോ ആണ്, ടോട്ടലി ക്ലാരിഫൈഡ് ആണ് സംഭവങ്ങൾ. അപ്പോൾ ഏതായാലും നമ്മുടെ ദൃശ്യം 3 ഏപ്രിൽ 2 ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബോളിവുഡ് റിലീസ് ഇപ്പോൾ അവർ പറയുന്നത് ഒക്ടോബറിലാണ് എന്നുള്ളത്. അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ബോളിവുഡിൽ വരുന്നത് എന്നുള്ളതാണ് അവർ ട്രെയിലർ ഇറക്കിയ സമയത്ത്, അനൗൺസ്മെന്റ് ചെയ്ത സമയം പറയുന്നത്. ഏതായാലും അങ്ങനെ അല്ലെങ്കിൽ കൂടി 8 ആഴ്ച, 1 മാസം കഴിഞ്ഞിട്ട്, എന്തായാലും 1 മാസം കഴിഞ്ഞിട്ട് മാത്രമേ അത് ഹിന്ദിയിൽ ഇറക്കാൻ പറ്റൂ. അപ്പോഴേക്കും നമുക്ക് ഇവിടെ തിയേറ്റർ കളക്ഷനും വന്ന് ഇതിന്റെ റെക്കോർഡുകളൊക്കെ വാരി OTT അനൗൺസ്മെന്റ് OTT തന്നെ വരും. അത് OTT റിലീസും കൂടി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബോളിവുഡിൽ ഇറക്കും. അപ്പോൾ അത് എന്തായാലും നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഇമ്പാക്ട്, നമുക്ക് എക്സ്പെക്ട് ചെയ്ത ഒരു വിജയം എന്തായാലും 100% നേടിയിട്ടുണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ 2026 തയ്യാറായിട്ട് നിൽക്കുക എല്ലാവരും. 2026 ലാലേട്ടൻ ലൈനപ്പ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ക സാധനങ്ങളാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓരോ അപ്ഡേറ്റും കാര്യങ്ങളും നമ്മൾ വരാനുള്ള വെയിറ്റിങ്ങിലാണ്, ഓരോന്ന് ലഭിക്കുന്നുണ്ട്. ഏതായാലും 2026 തന്നെ ബോക്സ് ഓഫീസിലെ തേരോട്ടം തുടങ്ങി വെക്കുന്നത് ദൃശ്യം 3 എന്ന സിനിമയിലൂടെ എന്ന് പറയുന്ന സമയത്ത് ദ കംപ്ലീറ്റ് ആക്ടർ ബാക്ക് ഇൻ ആക്ഷൻ വൺസ് അഗെയിൻ നമ്മൾ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുടുംബവും ജോർജ് കുട്ടിയും കടന്നു വരുന്ന സമയത്ത് റെക്കോർഡുകൾ എവിടുന്ന് പൊട്ടിക്കണം അല്ലെങ്കിൽ എവിടുന്ന് പൊട്ടിത്തുടങ്ങും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ബോക്സ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ഏപ്രിൽ 2 വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഓൾ ഇന്ത്യ ദൃശ്യം ഫാൻസ്, അതുപോലെ മോഹൻലാൽ ഫാൻസ്, കേരളത്തിലെ സിനിമയെ സ്നേഹിക്കുന്ന ഓരോ പ്രേക്ഷകരും വെയിറ്റിംഗ് ആണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ആകാംക്ഷകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക.